Method of data collection, census and sample survey. Collecting data is an essential part of economic research. Economic research ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. കളക്ടിങ് ഡാറ്റ എക്കണോമിക് റിസർച്ച് മറ്റു റിസർച്ചിലൊക്കെ ഇത് വളരെ അനിവാര്യമാണ്. ഹാസ് ഇറ്റ് പ്രൊവൈഡ് ദ ഫൗണ്ടേഷൻ ഫോർ അനാലിസിസ്. അനാലിസിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഈ ഡാറ്റ കളക്ഷൻ ആണ്. ഫോർകാസ്റ്റിംഗ്, ഡിസിഷൻ മേക്കിംഗ്. ടു കോമൺ മെത്തേഡ് യൂസ് ടു ഗ്യാദർ ഡാറ്റ ആർ സെൻസസ് ആൻഡ് സാമ്പിൾ സർവേ. ഇതിൽ രണ്ട് മെത്തേഡാണ്, സെൻസസും സാമ്പിളും. അത് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് അതിന്റെ എങ്ങനെയാണ് നമ്മൾ കളക്ട് ചെയ്യുക അതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇത് യൂസ് ചെയ്യാറുള്ളത്. ഒന്നാമത് നമ്മൾ പറയുന്നത് സെൻസസ് മെത്തേഡാണ്. സെൻസസ് മെത്തേഡ് ഇൻവോൾവ്സ് കളക്ടിങ് ഡാറ്റ ഫ്രം എവറി ഇൻഡിവിജ്വൽ ഓർ യൂണിറ്റ് ഇൻ ദ എൻറ്റയർ പോപ്പുലേഷൻ. ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ പഠിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള എൻറ്റയർ പോപ്പുലേഷൻ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ അതിനെ സെൻസസ് മെത്തേഡ് എന്ന് പറയും. ഇന്ത്യയിൽ ഓരോ 10 വർഷം കൂടുമ്പോൾ സെൻസസ് നടത്താറുണ്ടായിരുന്നു. 2021 നടക്കേണ്ടിയിരുന്നു, കൊറോണ കാരണം നടന്നിട്ടില്ല. 2011 ശേഷം നടന്നിട്ടില്ല. അങ്ങനെ ഓരോ 10 വർഷത്തിൽ നടന്നു വരാറുള്ള ഒന്നായിരുന്നു ഇന്ത്യയിലെ സെൻസസ്. ഞാൻ നിങ്ങളുടെ കോളേജിനെ കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കോളേജിലെ എല്ലാവരെയും എടുത്തിട്ട് ഞാൻ പഠിക്കുകയാണെങ്കിൽ അതിനെ സെൻസസ് മെത്തേഡ് എന്ന് നമ്മൾ പറയും. ഇറ്റ് പ്രൊവൈഡ് കംപ്ലീറ്റ് ആൻഡ് കോംപ്രഹെൻസീവ് ഇൻഫർമേഷൻ അബൌട്ട് ദ പോപ്പുലേഷൻ ഓർ ഗ്രൂപ്പ് ബീങ് സ്റ്റഡീഡ്. നമ്മൾ ഒരു കാര്യത്തെ കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ആയിട്ട് കോംപ്രഹെൻസീവ് ഇൻഫർമേഷൻ നമുക്ക് ലഭ്യമാക്കും. ഫീച്ചേഴ്സ് ഓഫ് സെൻസസ് മെത്തേഡ്: കോംപ്രഹെൻസീവ് കവറേജ്. എല്ലാവരിൽ നിന്നും എവറി മെമ്പറിൽ നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഹൈ അക്യുറേറ്റ് ആയിരിക്കും. ഇറ്റ് കവേഴ്സ് എൻറ്റയർ പോപ്പുലേഷൻ. ഇറ്റ് പ്രൊവൈഡ് വെരി ഡീറ്റെയിൽഡ് ആൻഡ് അക്യുറേറ്റ് റിസൾട്ട്. ഇത് ടൈം കൺസ്യൂമിംഗ് ആണ്, അതുപോലെ തന്നെ എക്സ്പെൻസീവ് ആണ്. ഇത് എല്ലാവരിൽ നിന്നും കളക്ട് ചെയ്യുമ്പോൾ അതിനുള്ള ടൈം കൂടുതലായിട്ട് വേണം, എക്സ്പെൻസീവ് ആണ്. സ്യൂട്ടബിൾ ഫോർ സ്മോൾ പോപ്പുലേഷൻ. കുറച്ച് പോപ്പുലേഷൻ ആണെങ്കിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒന്നാണ് ഇത്. ഓക്കെ, ഇനി അടുത്തത് എക്സാമ്പിൾ ഓഫ് സെൻസസ്. പോപ്പുലേഷൻ സെൻസസ് ഇന്ത്യയിൽ ഓരോ 10 വർഷം കൂടുമ്പോൾ നടക്കാറുണ്ട്. എക്കണോമിക് സെൻസസ്, ഡാറ്റ, ബിസിനസ്, എന്റർപ്രൈസ് ആൻഡ് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി. ഗവൺമെന്റ് എന്ത് ചെയ്യാറുണ്ട്? പല പോളിസി മേക്കിങ്ങിനും പ്ലാനിങ്ങും വെൽഫെയർ സ്കീമിനെ കുറിച്ചുള്ള പ്ലാനിങ്, അണ്ടർസ്റ്റാൻഡിങ് പോപ്പുലേഷൻ ട്രെൻഡ്സ്, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് സെൻസസ് മെത്തേഡാണ് യൂസ് ചെയ്യാറുള്ളത്. ബിസിനസ് യൂസസ് സെൻസസ് ഡാറ്റ ടു ഐഡന്റിഫൈ മാർക്കറ്റ് സൈസ് ആൻഡ് കൺസ്യൂമർ ഡെമോഗ്രാഫിക്. ബിസിനസ് എന്ത് യൂസ് ചെയ്യും? സെൻസസ് ഡാറ്റ യൂസ് ചെയ്യും ടു ഐഡന്റിഫൈ മാർക്കറ്റ് സൈസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കസ്റ്റമർ ഡെമോഗ്രാഫിക്സ് അറിയാൻ വേണ്ടിയിട്ട്. ഇനി ഇതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും. ഒന്ന്, സെൻസസ് മെത്തേഡിന്റെ ഒന്നാമത്തെ മെറിറ്റ്സ് എന്ന് പറയുന്നത് കോംപ്രഹെൻസീവ് ആൻഡ് അക്യുറേറ്റ് ഡാറ്റ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എല്ലാവരിൽ നിന്നാണ് കളക്ട് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ അക്യുറേറ്റ് ആയിട്ടുള്ള ഇൻസൈറ്റ് ഇതിൽ നിന്ന് ലഭിക്കും. സിൻസ് ഡാറ്റ ഈസ് കളക്ടഡ് ഫ്രം എവറി ഇൻഡിവിജ്വൽ എന്നാണ് ഇത് കളക്ട് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഇത് അക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റ ആയിരിക്കും. യൂസ്ഫുൾ ഫോർ പോളിസി ഫോർമുലേഷൻ. ഗവൺമെന്റിന് പല പോളിസികളും അതേപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷന് പല പോളിസികളും ഫോർമുലേറ്റ് ചെയ്യുന്നതിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡാറ്റ ആയിരിക്കും. വളരെ കൃത്യമായിട്ട് എല്ലാവരിൽ നിന്നും കളക്ട് ചെയ്യുന്ന ഡാറ്റ. പല വെൽഫെയർ സ്കീമുകളൊക്കെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇത് യൂസ് ആണ്. റിലയബിൾ ഫോർ സ്മോൾ സബ് ഗ്രൂപ്പ്. സ്മോൾ സബ് ഗ്രൂപ്പിൽ ഇത് ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള ഒന്നാണ്. ഡാറ്റ ഓൺ ലിറ്ററസി റേറ്റ് അമംഗ് വുമൺ ഓർ മൈനോറിറ്റി കമ്മ്യൂണിറ്റി. നോ സാമ്പിളിംഗ് എറർ. ഇതിൽ സാമ്പിളിംഗ് എറർ നടക്കില്ല. സാമ്പിൾ സർവേയിൽ എന്തെടുക്കും? സാമ്പിളിംഗ് എറർ നടക്കും. ഇതിൽ സാമ്പിളിംഗ് എറർ ഉണ്ടാവില്ല. ബേസ് ലൈൻ ഡാറ്റ ഫോർ ലോങ് ടേം അനാലിസിസ്. സെൻസസ് ഡാറ്റ സെർവ്സ് ആസ് എ ബെഞ്ച് മാർക്ക് ഫോർ ഫ്യൂച്ചർ സർവേ കമ്പാരിസൺ ഓവർ ടൈം. ഇത് ഈ സെൻസസ് ഡാറ്റയാണ് നമ്മൾ ഒരു ബെഞ്ച് മാർക്ക് ആയിട്ട് എടുക്കുക ഫ്യൂച്ചർ സർവേകൾക്കും കമ്പാരിസൺ ഓവർ ടൈമിനൊക്കെ യൂസ് ചെയ്യാം. ഇതിന്റെ ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത് ടൈം കൺസ്യൂമിംഗ് ആണ്. കൂടുതൽ സമയം ഇതിന് അത്യാവശ്യമായിട്ട് വേണം. രണ്ടാമത്തത് ഹൈ കോസ്റ്റ്. വളരെ കോസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. എല്ലാവരിൽ നിന്നും ഡാറ്റ കളക്ട് ചെയ്യണം, അതിന് കൂടുതലായിട്ട് ആളുകൾ ആവശ്യമുണ്ടായിരിക്കും. അവർക്കുള്ള ഫീസ് അതിന് നമ്മൾ ക്വസ്റ്റ്യനെയർ ആണെങ്കിൽ എല്ലാവരിൽ നിന്നും കളക്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യനെയർ വേണം, അതുകൊണ്ട് തന്നെ ഹൈ കോസ്റ്റ് ആയിരിക്കും. റിസോഴ്സ് ഇന്റൻസീവ്. കുറെ റിസോഴ്സ് വേണ്ടി വരും. നിങ്ങളെ കോളേജിൽ വന്നിട്ട് ഞാൻ സെൻസസ് നടത്തുകയാണെങ്കിൽ 1000 ആളുകളിൽ നിന്ന് കളക്ട് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി റിസോഴ്സ് അവൈലബിൾ ആയിട്ട് വേണ്ടി വരും. അതേപോലെ മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഹൈ കോസ്റ്റ് ആൻഡ് റിസോഴ്സ് ഇന്റൻസീവ് ആണ്. ഡിഫിക്കൽട്ട് കണ്ടക്ട് ഫ്രീക്വന്റ് ആയിട്ട് കണ്ടക്ട് ചെയ്യല് വളരെ ഡിഫിക്കൽട്ട് ആണ്. അതുകൊണ്ടാണ് സെൻസസ് ഓരോ 10 വർഷം കൂടുമ്പോൾ ഇന്ത്യയിൽ നടത്തുന്നത്. പോസിബിലിറ്റി ഓഫ് ഹ്യൂമൻ ഇററുകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതിന് ഇൻകറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യാനൊക്കെ ഉള്ള സാധ്യതകളുണ്ട്. ഇൻകൺവീനിയന്റ് ഫോർ റെസ്പോണ്ടന്റ്. കളക്ടിങ് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ക്യാൻ ബി ഇൻട്രസീവ് ആൻഡ് ടൈം കൺസ്യൂം ഫോർ റെസ്പോണ്ടന്റ്, ലീഡിങ് ടു റിലക്റ്റൻസ് ആൻഡ് നോൺ കോർപ്പറേഷൻ. പറഞ്ഞാൽ കൂടുതൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ചോദിക്കുമ്പോൾ ഇത് റെസ്പോണ്ട് ചെയ്യുന്ന ആളുകൾ വളരെ താല്പര്യത്തോടു കൂടി ആകണമെന്നില്ല. അതുകൊണ്ട് നോൺ കോർപ്പറേഷനിലേക്കൊക്കെ പോകാനുള്ള സാധ്യത. ഡിഫിക്കൽട്ട് അപ്ഡേറ്റ് കണ്ടിന്യൂസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യൽ വളരെ ഡിഫിക്കൽട്ട് ആണ്. ഇനി രണ്ടാമത്തത് സാമ്പിൾ സർവേ ആണ്. സാമ്പിൾ സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പോപ്പുലേഷനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ആ പോപ്പുലേഷനിൽ ഒരു സബ്സെറ്റ് എടുത്തുകൊണ്ട് നമ്മൾ പഠിക്കും. ഇപ്പൊ നിങ്ങളുടെ കോളേജിനെ കുറിച്ച്
പഠന നിലവാരത്തെ കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ അവിടുത്തെ കുറച്ച് കുട്ടികൾ എടുത്തിട്ട് പഠിക്കുക. അതിനെ എന്താ പറയാ, സാമ്പിൾ സർവേ എന്ന് പറയാം. അതിന് കുറെ മെത്തേഡുകൾ ഉണ്ട്, നമ്മൾ മറ്റൊരു വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും. അതിനെയാണ് നമ്മൾ കുറച്ചാൾ എടുത്തിട്ട് നമ്മൾ പഠിക്കുന്നതിനെ എന്ത് പറയുന്നത്, സാമ്പിൾ സർവേ എന്ന് പറയും. ഇറ്റ് ഈസ് ക്വിക്കർ ആൻഡ് മോർ എക്കണോമിക്കൽ മെത്തേഡ് കമ്പയർഡ് ടു സെൻസസ്. സെൻസസിനെ അപേക്ഷിച്ച് ഇതൊരു ക്വിക്കർ ആയിട്ടുള്ള ഒന്നാണ്, അതേപോലെ എക്കണോമിക്കലാണ്. ഇറ്റ് ഈസ് എ റെപ്രസെന്റേറ്റീവ് ഡാറ്റ. ഇത് നമ്മൾ കുറച്ചാളെടുത്ത്, നമ്മൾ നിങ്ങളെ കോളേജിൽ 100 ആളെടുത്ത് കഴിഞ്ഞാൽ നിങ്ങളെ കോളേജിലെ 1000 ആളുകളെ റെപ്രസെന്റ് ചെയ്യുന്ന ഡാറ്റയാണ്. ബട്ട് ഇറ്റ് റെപ്രസെന്റ് ദ ഹോൾ പോപ്പുലേഷൻ ഇഫ് സാമ്പിളിംഗ് ഈസ് ഡൺ കറക്റ്റ്ലി. അത് കറക്റ്റ് ആയിട്ട് സാമ്പിളിംഗ് നടന്നു കഴിഞ്ഞാൽ ഇത് ഏറ്റവും നല്ല ഹോൾ പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ടൈം എഫിഷ്യന്റ് ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ്. ഇത് വളരെ കുറച്ച് മതി, അതുപോലെ തന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. റിസ്ക് ഓഫ് സാമ്പിളിംഗ് എറർ. സാമ്പിളിംഗ് എറർ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഞാൻ എടുക്കുന്ന സാമ്പിൾ വളരെ അക്യുറേറ്റ് എടുത്തിട്ടില്ലെങ്കിൽ, പ്രോപ്പർലി എടുത്തിട്ടില്ലെങ്കിൽ അത് അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് ലഭിക്കണില്ല. സൂട്ടബിൾ ഫോർ ലാർജ് പോപ്പുലേഷന് ഇത് സൂട്ടബിൾ ആണ്. അതിനൊരു ഉദാഹരണം നാഷണൽ സാമ്പിൾ സർവേന്റെ എംപ്ലോയ്മെന്റ്, ഇൻകം ആൻഡ് കൺസംപ്ഷൻ പാറ്റേൺ, ഇന്ത്യൻ ഡാറ്റ ഒക്കെ അതിനൊരു ഉദാഹരണമാണ്. ഇനി മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. ഇതിന്റെ ഒന്നാമത്തെ മെറിറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോസ്റ്റ് എഫക്റ്റീവ്. ഇത് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ്, വളരെ ചെലവ് കുറവാണ്, കുറച്ച് ചെലവേ ഇതിന് ആവശ്യമായിട്ട് വരുള്ളൂ. 10,000 ആൾക്കാരെ കുറിച്ച് പഠിക്കുന്നതിന് 500 ആൾ എടുക്കുമ്പോൾ അതിനുള്ള കോസ്റ്റേ വരുന്നുള്ളൂ. സെൻസസ് ആകുമ്പോൾ 10,000 ആളിൽ നിന്നും ഡാറ്റ എടുക്കണം. ടൈം സേവിങ്, വളരെ കുറച്ച് ആളുകളിൽ നിന്ന് എടുക്കുന്നത് കൊണ്ട് തന്നെ ഒരു പോർഷൻ ആണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഡാറ്റ ഈസ് കളക്ടഡ് ഫ്രം ഓൺലി എ പോർഷൻ ഓഫ് ദ പോപ്പുലേഷൻ. അതുകൊണ്ട് തന്നെ ഇതെന്തായിരിക്കും, ദ സർവേ ക്യാൻ ബി കംപ്ലീറ്റഡ് മച്ച് ഫാസ്റ്റർ ദാൻ സെൻസസ്. ലെസ് ബേർഡൻ ഓൺ റെസ്പോണ്ടൻസ്. റെസ്പോണ്ടന്റിന് എന്തായിരിക്കും, ലെസ് ബേർഡൻ ഉണ്ടായിരിക്കുക. ഫീസിബിലിറ്റി ഫോർ ഫ്രീക്വന്റ് സർവേ. ഈ സെൻസസിനെ അപേക്ഷിച്ച് സാമ്പിൾ സർവേ ആണെങ്കിൽ നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് നടത്താൻ കഴിയും. സാമ്പിൾ സർവേ ക്യാൻ ബി കണ്ടക്ടഡ് മോർ ഫ്രീക്വന്റ്ലി ടു മോണിറ്റർ ട്രെൻഡ്സ് ഓവർ ടൈം. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ സെൻസസ് 10 കൊല്ലം കൂടുമ്പോൾ നടത്തുന്നത്. അത് സാമ്പിൾ സർവേ ആണെങ്കിൽ ഓരോ വർഷമോ 2 മാസം കൂടുമ്പോഴൊക്കെ നടത്താൻ സാധിക്കും. ഹൈ അക്യുറസി വിത്ത് പ്രോപ്പർ സാമ്പിളിംഗ്. പ്രോപ്പർ സാമ്പിളിംഗ് നടന്നു കഴിഞ്ഞാൽ ഇത് വളരെ ഹൈ അക്യുറേറ്റ് റിസൾട്ട് ആയിരിക്കും. ആ സാമ്പിളിന്റെ റിസൾട്ട് പോപ്പുലേഷന്റെ റിസൾട്ടിന് സമാനമായിരിക്കും. യൂസ്ഫുൾ ഫോർ കോംപ്ലക്സ് അനാലിസിസ്. സാമ്പിൾ സർവേ എന്തായിരിക്കും, ഒരു കോംപ്ലക്സ് അനാലിസിസിന് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇനി ഇതിന്റെ ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത് സാമ്പിളിംഗ് ഇറർ വരാം. വളരെ കൃത്യമായിട്ട് സബ്സെറ്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അവിടെ ഇറർ വരാനുള്ള സാധ്യതയുണ്ട്, പ്രോപ്പർലി സാമ്പിളിംഗ് നടന്നിട്ടില്ലെങ്കിൽ. ലിമിറ്റഡ് സ്കോപ്പ് ആയിരിക്കും. സാമ്പിൾ സർവേ may not capture rare characters or subgroup effectively unlike a census. സെൻസസിനെ അപേക്ഷിച്ച് സബ് ഗ്രൂപ്പ് എഫക്റ്റീവ് ആയിട്ട് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നും ക്യാപ്ചർ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇതിന്റെ സ്കോപ്പ് ലിമിറ്റഡ് ആയിരിക്കും. ലെസ് റിലയബിൾ ഫോർ സ്മോൾ പോപ്പുലേഷൻ. For small population, even slight error in sampling can significantly affect the accuracy of the result. സ്മോൾ പോപ്പുലേഷൻ അതിന് കുറച്ച് ആളെ എടുക്കുകയാണെങ്കിൽ അതിന്റെ സാമ്പിളിംഗ് എറർ നടക്കാനുള്ള സാധ്യത ഉണ്ട്. റിക്വയർസ് എക്സ്പെർട്ടൈസ് ഇൻ സാമ്പിളിംഗ്. സാമ്പിളിങ്ങിന് ഒരു എക്സ്പേർട്ടിന്റെ ആവശ്യമായിട്ട് വരും. ഒരു എക്സ്പേർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ സാമ്പിളിംഗ് എററിന് സാധ്യത ഉണ്ട്. പോസിബിലിറ്റി ഓഫ് നോൺ റെസ്പോൺസ് ബയാസ്. If certain group of respondents do not participate, the survey result may not reflect the true population characteristics. നമ്മൾ 100 ആൾ എടുത്തിട്ടാണ് നിങ്ങളെ കോളേജിൽ നിന്ന് പഠിക്കുന്നത്, അതിൽ കുറച്ച് ആളുകൾ റിസൾട്ട് വളരെ കൃത്യമായിട്ട് തന്നിട്ടില്ലെങ്കിൽ അതുകൊണ്ട് തന്നെ നോൺ റെസ്പോൺസ് ബയാസിനുള്ള സാധ്യതയുണ്ട്. ലിമിറ്റഡ് യൂസ് ഫോർ ഡീറ്റെയിൽഡ് അനാലിസിസ്. ഡീറ്റെയിൽഡ് അനാലിസിസിന് ലിമിറ്റഡ് ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇനി ഇതിന്റെ കമ്പാരിസൺ എന്ന് പറയുന്നത്, സെൻസസ് എന്ന് പറയുന്നത് എൻറ്റയർ പോപ്പുലേഷൻ്റെ ആണ്. സാമ്പിൾ എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് ദ പോപ്പുലേഷൻ ആണ്. ഓക്കെ, എൻറ്റയർ പോപ്പുലേഷൻ കോസ്റ്റ് സെൻസസിൽ ഹൈ ആയിരിക്കും, സാമ്പിൾ റിലേറ്റീവ്ലി ലോ ആയിരിക്കും. ടൈം റിക്വയർഡ് സെൻസസിൽ ലോങ് ആയിരിക്കും, സാമ്പിൾ ഷോർട്ടർ ആയിരിക്കും. അക്യുറസി സെൻസസ് ആയിരിക്കും വെരി ഹൈ. ക്യാൻ ബി അക്യുറേറ്റ് ഇഫ് സാമ്പിളിംഗ് ഈസ് പ്രോപ്പർ ആയിട്ട് സാമ്പിൾ നടന്നു കഴിഞ്ഞാൽ സാമ്പിൾ സർവേ അക്യുറേറ്റ് ആയിരിക്കും. സൂട്ടബിലിറ്റി സ്മോൾ പോപ്പുലേഷനിൽ ഏറ്റവും സെൻസസ് ആണ് നല്ലത്. സാമ്പിൾ സർവേ ലാർജ് പോപ്പുലേഷനിൽ നല്ലത്. ഇതിന് എക്സാമ്പിൾ പോപ്പുലേഷൻ സെൻസസ്, എക്കണോമിക് സെൻസസ് ഒക്കെയാണ് ഇതിന്. ഈ സെൻസസിന് ഉദാഹരണം NSSO സർവേ, ഒപ്പീനിയൻ പോളൊക്കെ എന്താണ്, സാമ്പിൾ സർവേ. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാണ്. ഇപ്പോ നമ്മളൊരു എലക്ഷൻ നടക്കാം. ഈ എലക്ഷന്റെ ഒരു പോൾ ഇത് ഉണ്ടാവാറുണ്ട്, എക്സിറ്റ് പോൾ. ഇതൊക്കെ അത് നമ്മൾ കുറച്ചാളിൽ നിന്നാണ് ഡാറ്റ കളക്ട് ചെയ്യുക. എല്ലാവരിൽ നിന്നും ഡാറ്റ കളക്ട് ചെയ്യാൻ പിന്നെ എലക്ഷൻ നടത്തേണ്ട ആവശ്യമില്ലല്ലോ. അതിനാണ് സാമ്പിൾ സർവേ എന്ന് നമ്മൾ പറയാറുള്ളത്. ഇതാണ് സെൻസസും സാമ്പിളിനെ കുറിച്ചും നമുക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.